ഞാനിപ്പോ ചുറ്റിയും കൈ പിടിച്ചിട്ട് എങ്ങോട്ടാ പോണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഇന്ന് അവന്റെ തല തല്ലി പൊളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കഴിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവന്റെ അടുത്ത് വളരെ ചൂടായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവന്റെ തല തല്ലി പൊളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കഴിച്ചു. ഒന്നും നോക്കില്ല, തലമണ്ട അടിച്ചാൽ പൊളിച്ചു. നിങ്ങളിപ്പോ വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്നത് വല്ലവരുടെ തല തല്ലി പൊളിക്കുന്ന കാര്യമായിരിക്കുന്നത്. ഈ കാണുന്ന മാങ്ങ 2 ദിവസമായി ഓഫീസിൽ നിന്ന് പറിച്ചുകൊണ്ടെന്ന് വെച്ചേക്കുന്നത്. എനിക്ക് എന്തോ സ്പെഷ്യൽ അച്ചാർ ഇടണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഈ മാങ്ങ പറിച്ചുകൊണ്ട് വന്നത്. നല്ല ഭംഗിയുള്ള മാങ്ങയാണ്. ഇതിന്റെ പേര് മൂവാണ്ടെന്നാണ് മമ്മി പറഞ്ഞത്. എനിക്കറിയില്ല ഗൈസ് ഇത് എന്ത് മാങ്ങയെന്ന്. ഇച്ചിരി കട്ടിയുള്ളതാണ്. നമ്മളിത് എന്തിനാന്നറിയാം നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളിത് അച്ചാറിടാൻ പോവാണ്. അച്ചാറിടാനല്ലേ പോണ? നമ്മളിത് അച്ചാറിടാൻ പോവാണ്. അപ്പൊ നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്യണം. അങ്ങനെ എന്നെയാണ് ക്ലീൻ ചെയ്യാനുള്ള ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ മാങ്ങ പറിച്ചോണ്ട് വന്നു ഞാൻ തന്നെ ക്ലീൻ ചെയ്യണത് ഞാൻ തന്നെ. എന്തൊരു അവസ്ഥയാണല്ലേ. അപ്പൊ ഇത് നമ്മൾ മാങ്ങയുടെ അണ്ടി എടുത്ത് കളയണം. അണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഏമണ്ടി ചെപ്പണ്ടി മാങ്ങണ്ടി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അണ്ടിയാണ് ഈ അണ്ടി. അപ്പൊ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. തോക്കും കോടാലിയൊക്കെ എടുത്തിട്ട് ഇത് വെട്ടിപ്പൊളിച്ച് 5-6 കഷ്ണമാക്കിയിട്ട് ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം മമ്മിയുടെ കയ്യില്. ദൈവത്തിന് അറിയാം ഇതിന്റെ അവസ്ഥ എന്താവുന്നത്. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ ബാക്കി നാളെ.